സോ നിങ്ങൾക്ക് വാട്സപ്പിൽ ബൾക്കായിട്ട് മെസ്സേജസ് വരുന്ന ആളെന്ന് വിചാരിക്കുക. നമുക്ക് ഇങ്ങനെ അൺനോൺ ആയിട്ടുള്ള നമ്പറുകൾ. സോ ഇതിപ്പോൾ അൺനോൺ ആയിട്ടുള്ള നമ്പറുകൾ ചാറ്റിൽ വന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഗ്രൂപ്പുകളുടെ നമ്പറുകളും ഈ മെത്തേഡിൽ തന്നെ സേവ് ചെയ്യാൻ പറ്റും. സോ അതിനായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ കോൺടാക്ട് ലിസ്റ്റ് എടുത്താൽ മതിയാവും. സോ അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണെന്ന് പറയാം. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ ഫോണിൽ. ഏതൊക്കെ നമ്പറുകളാണ് അൺനോൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റ് നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തു. ദെൻ നെക്സ്റ്റ് സെക്ഷൻ സ്ക്രീൻഷോട്ട് എടുക്കുക. നെക്സ്റ്റ് സെക്ഷൻ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഒരു 3 സ്ക്രീൻഷോട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫോണിൽ ബ്രൗസർ ഏതെങ്കിലും എടുക്കുക. ഇപ്പോൾ ക്രോം ബ്രൗസറോ നിങ്ങൾക്ക് ഏത് ബ്രൗസറാണല്ലോ ഉപയോഗിക്കാം. അതിൽ നിങ്ങൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ അപ്ലോഡ് സ്ക്രീൻഷോട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 50 നമ്പറുകൾ വരെ യൂസ് ചെയ്യാനുള്ള ക്രെഡിറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സ്ക്രീൻഷോട്ടുകൾ അത് മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാം. ദെൻ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്ത് വരും. എക്സ്ട്രാക്ട് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നനുസരിച്ചിട്ടാണ്. സോ എക്സ്ട്രാക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ സ്ക്രീൻഷോട്ടിൽ ഉണ്ടായിരുന്ന നമ്പറുകളെല്ലാം. അതിൽ കൺട്രി കോഡ് ഉൾപ്പെടെയാണ് കാണിക്കുന്നത്. ഓക്കെ. ദെൻ ഇവിടെ നിങ്ങൾക്ക് നെയിമിങ് പൊതുവെ നമുക്ക് ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് നെയിമിങ് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ബൾക്കായിട്ട് ഇവിടെ നെയിം ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു നെയിമിങ് കൊടുക്കുകയാണ്, ടെസ്റ്റ് സംതിങ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ നമ്പറുകൾക്കും അതിപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്. അപ്പോൾ ഇതായിരിക്കും അതിൽ കോൺടാക്ട് നെയിമുകളായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇനി ഇതിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് CSV ഉണ്ട്, രണ്ടാമത്തത് VCard ഫയൽ. CSV ആണെങ്കിൽ നമ്മൾ എക്സൽ, ഗൂഗിൾ ഷീറ്റിലേക്കൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഫോണിലേക്ക് കോൺടാക്ട്സിലേക്ക് സിങ്ക് ചെയ്യാനായിട്ട് രണ്ടാമത്തെ ഓപ്ഷനാണ് ബെറ്റർ. ഇവിടെ ഇത് ആൻഡ്രോയിഡിലെ ഡിവൈസിലാണ് ചെയ്യുന്നത്. iOSൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ഈ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ടാവും. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ ഓപ്പൺ ആയി വരും. ഡൗൺലോഡ് ആയിട്ട് ഇത് നമ്മൾ ഡൗൺലോഡ്സിലുണ്ടാവും. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു 3 ഇതുകൾ ചോദിക്കും. നിങ്ങൾക്ക് ഇതിൽ ഏത് കോണ്ടാക്റ്റിലേക്കാണ് സേവ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ഇതിലുള്ള ഗൂഗിൾ അക്കൗണ്ടുകളാണ് കാണിക്കുന്നത്. സോ ഞാനിതിൽ ഏത് അക്കൗണ്ടാണോ ചൂസ് ചെയ്യുന്നത് ആ അക്കൗണ്ടിലേക്ക് ഈ നമ്പറുകൾ സിങ്ക് ആക്കണം. സോ ഞാനിവിടെ ഇത് കൊടുക്കുകയാണ്. ഈ നമ്പറുകൾ സിങ്ക് ആവാൻ കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം കഴിയുമ്പോൾ നമ്പറുകൾ ഗൂഗിളിൽ സിങ്ക് ആയി കഴിയുമ്പോൾ തിരിച്ച് നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്പേഴ്സ് ഇവിടെ സിങ്ക് ആയിരിക്കുന്നത് കേട്ടോ.